ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. നമ്മളുടെ ട്രെയിനിങ് ഓൺ NLEP സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ഡോക്ടർ വിദ്യ മാഡം, സ്റ്റേറ്റ് ലെപ്രസി ഓഫീസർ മാഡം ഉണ്ട്. ക്വാളിറ്റിയുടെ ഭാഗമായിട്ട് നമ്മളുടെ ഒരുപാട് പരിശീലനങ്ങൾ നടന്നു വരുന്നു. നമ്മൾക്ക് NLEP പരിശീലനം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിനെ സമയത്ത് നമ്മളോട് സഹകരിക്കാനായിട്ട് നമ്മൾ ഈ തിരക്കുള്ള ഷെഡ്യൂളിനിടയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ വന്ന വിദ്യ മാഡത്തിനെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. മാഡം, ഓവർ ടു യു മാഡം. നമ്മളുടെ NLEP പ്രോഗ്രാമിനെ കുറിച്ച് മാഡം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ക്ലാസ് എടുക്കും. ഇടയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ചാറ്റിലിടുക. ചാറ്റിലിടുന്ന സംശയങ്ങളെല്ലാം ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് മാഡത്തിന് എക്സൽ ആയിട്ട് അയച്ചു കൊടുക്കുകയും തിരിച്ച് അതിന്റെ സംശയങ്ങൾ നിങ്ങൾക്ക് തന്നെ ഡിസമിനേറ്റ് ചെയ്ത് തരികയും ചെയ്യും. അതുപോലെ ഇതിൻ്റെ അകത്തൊരു ഫീഡ്ബാക്ക് ഫോം ഞങ്ങൾ തരുന്നുണ്ടാവും. ആ ഫീഡ്ബാക്ക് ഫോം നിങ്ങൾ ഫില്ല് ചെയ്താൽ മാത്രമേ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് എത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഫീഡ്ബാക്ക് ഫോം അവസാനമേ ഉണ്ടാവുള്ളൂ. പക്ഷേ നിങ്ങളുടെ സംശയങ്ങൾ ചാറ്റിലിടാൻ മറക്കരുത്. മാത്രമല്ല, നിങ്ങൾ മ്യൂട്ടാണ് എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലെങ്കിൽ റിസോഴ്സ് പേഴ്സൺ അതൊരു വലിയ ശല്യമായിരിക്കും. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ മാഡത്തിന് കൈമാറുന്നു. ഓവർ ടു യു മാഡം. ഞാൻ ഡോക്ടർ വിദ്യയാണ്, ഡെപ്യൂട്ടി ഡയറക്ടർ ആണ്, പബ്ലിക് ഹെൽത്തിന്റെ ലെപ്രസിയുടെ ചാർജ് ആണ്. അപ്പം നിങ്ങളെല്ലാവരും പുതുതായിട്ട് ജോയിൻ, എന്താ പറയാ, ഓൾറെഡി FSCs ആയ ആൾക്കാരും ആയിരിക്കും. അപ്പം ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയാ, വർഷങ്ങളായിട്ട് നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. പക്ഷെ അത് എനിക്കൊന്ന് NLEPയുടെ ഏറ്റവും വലിയ പ്രശ്നം അതായിരിക്കും. നമ്മുടെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ പ്രോഗ്രാം ആണ്. അതുകൂടാതെ നമുക്കിപ്പം എന്താ പറയാ, മറ്റുള്ള ഡിസീസസ് കാണുന്നത് പോലെ നമുക്ക് ലെപ്രസി കേസസ് നമുക്ക് പബ്ലിക്കിനിടയിൽ നമുക്ക് കാണുന്നില്ല. അതും ഒരു ഇഷ്യൂ ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്കിപ്പം ഒരു COVID-19 സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ലെപ്രസിയെ കുറിച്ച് മുഴുവനായിട്ടും മറന്നുപോയൊരു അവസ്ഥയാണ് ഉള്ളത്. അപ്പൊ എന്തായാലും COVID-19 ഇതേപോലെ തന്നെ പോവും കുറച്ചു നാളത്തേക്കും കൂടി. അപ്പൊ മറ്റുള്ള നോൺ കോവിഡ് ആയിട്ടുള്ള ഡിസീസസ് നമ്മൾ ഇനി ആക്റ്റീവായിട്ട് അക്രഡിറ്റേഷനും വേണ്ടിയിട്ടും പിന്നെ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് നടത്തുന്നത്. അപ്പൊ ലെപ്രസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ വർഷം 2021 നമുക്ക് 694 കേസസ് ആണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തില്. അതിൽ തന്നെ മെജോറിറ്റി ആസ് യൂഷ്വൽ MB കേസസ് ആണ്. എല്ലാ ഡിസ്ട്രിക്ട്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും MB കേസസ് തന്നെയാണ് എല്ലാ ഡിസ്ട്രിക്ട്സിലും കൂടുതൽ. നമുക്ക് 408 മെയിൽസും 149 ഫീമെയിൽസ് ആണ് MB കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് ചിൽഡ്രനും കൂടി ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ PB കേസസിൽ 63 മെയിൽസും 36 ഫീമെയിൽസും, അതും ചിൽഡ്രൻ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെ ടോട്ടൽ PB കേസസ്, പോസിബാസിലറി കേസസ് 116ഉം മൾട്ടിബാസിലറി കേസസ് 578 ആണ് ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു കേസാണ് പുതുതായിട്ട് നമുക്ക് കേരളത്തിൽ ഡിറ്റക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 24 കേസസ് സെൽഫ് റിപ്പോർട്ടിംഗ് ആണ്. അപ്പൊ നിങ്ങൾക്കറിയാം, നമുക്ക് COVID-19 ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ജനങ്ങൾ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസിൽ വരുന്നത് കുറവാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ലെപ്രസിയിൽ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹൗസ് ടു ഹൗസ് വിസിറ്റും സർവേയും പിന്നെ അതുകൂടാതെ ആക്റ്റീവ് കേസ് സെർച്ചും തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് തോന്നുന്നു ഒരു നല്ലൊരു കാര്യമാണ് 24 കേസസ് വോളണ്ടറി ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ ഹോസ്പിറ്റൽസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പാലക്കാടാണ്, 140 കേസസ്, ട്രിവാൻഡ്രത്ത് 98. ഏറ്റവും കുറവ് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള 2 ഡിസ്ട്രിക്ട്സ് ആണ്. ഇടുക്കി 9 കേസാണ് ഇതുവരെയായിട്ടും ഈ സെപ്റ്റംബർ വരെയായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പത്തനംതിട്ട 10 കേസസ്. അപ്പം ഇത്രയും എനിക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ബേസിക്കലി എനിക്കൊന്നും ലെപ്രസിയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങളുടെ സമയം ഞാൻ കളയുന്നില്ല. എന്നാലും ഉള്ള സമയത്ത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി എന്താ പറയാ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ് നമ്മുടെ NLEP പ്രോഗ്രാമിനെ കുറിച്ചുള്ളത്. അപ്പം നമുക്ക് ആക്ച്വലി 1983 നമ്മുടെ ഈ ഒരു നാഷണൽ ലെപ്രസി റാഡിക്കേഷൻ പ്രോഗ്രാം ആയിട്ട് ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ടായിരുന്നത്. അതുവരെ ആക്ച്വലി നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഡിസ്ട്രിക്ട്സിലും ഒരു ലെപ്രസി യൂണിറ്റ്സും അതിന്റെ കൂടെയുള്ള ടീമും ഒക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. പക്ഷെ ഈ 1983 പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡ് ലോൺ പ്രോഗ്രാം ആയിട്ടുള്ള NLEP പ്രോഗ്രാം നമ്മളത് ജനറൽ ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് നമ്മളത് ഇന്റഗ്രേറ്റ് ചെയ്തു, ഡീസെൻട്രലൈസ് ചെയ്തു.
അപ്പം മെയിൻ ആയിട്ട് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് നമ്മുടെ ഉള്ള ഫീൽഡ് സ്റ്റാഫ്, മറ്റുള്ള ആക്ടിവിറ്റീസ് നടത്തുന്ന ഹെൽത്ത് സ്റ്റാഫ് റുട്ടീൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ കൂടെ ലെപ്രസിയും കൂടി കണ്ടെത്തണം എന്നുള്ളതിന്റെ ആ ഒരു എന്താ പറയുക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഡീസെൻട്രലൈസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ജനറൽ ഹെൽത്ത് സ്റ്റാഫിനും ട്രെയിനിങ് കൊടുത്തു. പിന്നെ വലിയൊരു എന്താ ബിഗിനിങ് ഓഫ് ദ പ്രോഗ്രാം വലിയൊരു IEC ആക്ടിവിറ്റിയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും നമ്മുടെ NLEP പ്രോഗ്രാമിന്റെ മെയിൻ സ്റ്റേ എന്ന് പറയുന്നത് IEC ആക്ടിവിറ്റീസ് തന്നെയാണ്. പിന്നെ ആ സമയത്ത് ഉണ്ടായിരുന്ന നമ്മുടെ 1983 ഉണ്ടായിരുന്ന ആ ഒരു ഡിസബിലിറ്റിയും പ്രിവെൻഷന് വേണ്ടിയിട്ടും വലിയൊരു എന്താ പറയുക നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കുറെ ആക്ടിവിറ്റീസ് ആ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ പ്രിവെൻഷൻ ഓഫ് ഡിസബിലിറ്റി ആൻഡ് മെഡിക്കൽ റീഹാബിലിറ്റേഷൻ. പിന്നെ ചെയ്തത് നമ്മുടെ എല്ലാ ടീമും ഇപ്പൊ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാൻഡ് ലോൺ ആയിട്ടുണ്ടായിരുന്ന ഡിസ്ട്രിക്ട് ലെപ്രസി യൂണിറ്റ്, സ്റ്റേറ്റ് ലെപ്രസി യൂണിറ്റിന് ഉള്ള ടീം മെമ്പേഴ്സ് അല്ലാതെ ഉള്ള നമ്മുടെ ഓൾ ദ പെരിഫറൽ മെഡിക്കൽ PHC മെഡിക്കൽ ഓഫീസേഴ്സ്, അതുപോലെ ഹെൽത്ത് സൂപ്പർവൈസേഴ്സ്, HI, JHI, JPH ഇവരെല്ലാവരും ഈ ഒരു ലെപ്രസിയിൽ മോണിറ്ററിംഗ് ആൻഡ് സൂപ്പർവിഷൻ ചെയ്തു. അപ്പൊ ഇതിന്റെ ബേസിക് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കേസ് ഡിറ്റക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും 2020 ആണ് നമ്മള് നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാമില് ലെപ്രസി ഇറാഡിക്കേഷൻ ചെയ്യേണ്ട ഇയർ ആയിട്ട് നമ്മൾ നിശ്ചയിച്ചിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോഴും നമ്മൾ എവിടെയും ആ ഒരു ഇറാഡിക്കേഷന്റെ എന്താ പറയാ ആ ഒരു സോണിലേക്ക് നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ ഈ 1983 ഈ പ്രോഗ്രാം തുടങ്ങിയപ്പോൾ നമ്മൾ ഈ ഇംപ്ലിമെന്റ് ചെയ്തത് ജനറൽ ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുത്തത് തന്നെ ടു ഇൻക്രീസ് ദ ഏർലി കേസ് ഡിറ്റക്ഷൻ ആണ്. രണ്ടാമത് നമുക്ക് ഇംപ്രൂവ്ഡ് കേസ് മാനേജ്മെന്റ്. ആദ്യം നമ്മൾ തുടങ്ങിയത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ആക്ച്വലി ഒരു മെഡിസിൻ കൊണ്ടാണ്, ഡാപ്സോൺ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇനീഷ്യലി നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 1982. അതിനുശേഷമാണ് മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമ്മൾ തുടങ്ങിയത്. ഈ ഒരു പ്രോഗ്രാമിൽ തന്നെ ആണ് ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു ഇതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റിഗ്മ റെഡ്യൂസ് ചെയ്യണം എന്നാണ്. ഇപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഫീൽഡിലെ എല്ലാവരും ഓൾ ഓഫ് യു ആർ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്, എപ്പോഴും നമുക്ക് സ്റ്റിഗ്മ ഉണ്ട്. നമ്മളൊരു ലെപ്രസി ക്യാമ്പ് നടത്തിയാൽ തന്നെ നമുക്ക് പറഞ്ഞ ഒരു ബാനർ ഒന്നും നമുക്ക് ലെപ്രസി NLEP കുഷ്ഠരോഗം കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിട്ട് നമുക്കൊരു ബാനർ പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മൾ ഇപ്പോഴും സ്കിൻ ക്യാമ്പ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു കേസ് ഡിറ്റക്ഷൻ ക്യാമ്പയിൻ നമ്മൾ ഇപ്പോഴും നടത്തുന്നത്. പിന്നെ നമുക്ക് ലെപ്രസി ഫീൽഡിൽ നമുക്ക് കുറെ എക്സ്പെർട്ടീസിന് ആവശ്യമുണ്ട്. ബിക്കോസ് വി നീഡ് ടു ഐഡന്റിഫൈ ന്യൂ ഡ്രഗ്സ്, പിന്നെ അതുപോലെ ഡിസബിലിറ്റി പ്രിവെന്റ് ചെയ്യാനുള്ള ന്യൂ ട്രീറ്റ്മെന്റ്, ന്യൂ എന്താ പറയുക മൊഡാലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇതും ഒരു ഒബ്ജക്റ്റീവ് ആണ്. പിന്നെ നമുക്ക് കൂടുതൽ റിസർച്ച് നമുക്ക് വരണം. ഇപ്പൊ നമുക്ക് ആക്ച്വലി 1940s തുടങ്ങിയിട്ടുള്ള ഡാപ്സോണും അതുപോലെ 1980s വന്നിട്ടുള്ള മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെന്റിന് ശേഷം നമുക്ക് പുതിയ ഒരു ട്രീറ്റ്മെന്റ് റെജീം ലെപ്രസിയിൽ വന്നിട്ടില്ല. അപ്പൊ അതിനൊരു റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമും നമുക്ക് വേണം. പിന്നെയുള്ളത് നമുക്ക് കൂടുതൽ നമുക്ക് ഇപ്പം ലെപ്രസി ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പൊ ഒരു ലെപ്രസി സാനറ്റോറിയം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഡ്യൂറിങ് ദ ഇയേഴ്സ് നമുക്ക് അതൊക്കെ ആ ഒരു കൺസെപ്റ്റ് ഒക്കെ പോയി ഇപ്പോഴും നമ്മൾ എന്താ പറയാ ഈ NLEP ലെപ്രസി വന്നിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ഒരു ഇന്റഗ്രേഷൻ ടു ദ ജനറൽ പബ്ലിക് ആയിട്ട് നമുക്കൊരു അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് നമുക്ക് നടത്തണം. അപ്പൊ അതും ഒരു ഒബ്ജക്റ്റീവ് ആണ്. പിന്നെയുള്ളത് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം മാനേജ്മെന്റും നമുക്ക് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പല ഡിസീസസിനും നാഷണൽ പ്രോഗ്രാംസ് ഉണ്ട്. അപ്പം ഈ ഒരു പ്രോഗ്രാം എക്സ്ക്ലൂസീവ്ലി ലെപ്രസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ്. അപ്പൊ അങ്ങനെ അപ്പം ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടൊരു പ്രോഗ്രാം വരുമ്പോൾ, നാഷണൽ പ്രോഗ്രാം വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധ ആ ഒരു പെർട്ടിക്കുലർ ഡിസീസിന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഈ ഒരു NLEP പ്രോഗ്രാമിന്റെ ഒബ്ജക്റ്റീവ്സ്. പിന്നെ ഇന്ത്യ തന്നെയാണ് ഇപ്പോഴും വേൾഡിൽ നമ്പർ 1 കൺട്രി വിത്ത് ലെപ്രസി കേസസ്. മോർ ദാൻ 50% ന്യൂ കേസസ് ആണ് നമുക്ക് ഓരോ വർഷവും നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പം നമുക്കിപ്പോ ഏറ്റവും വലിയ ഈ COVID-19 ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്കിപ്പം ലെപ്രസിയിൽ വരുന്ന ആ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത് ഭയങ്കര വെയ്ഗ് ആയിട്ടുള്ള എന്താ പറയാ ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സിംറ്റംസ് ആണ്. അപ്പം ഇതൊക്കെ ഇഗ്നോർ ചെയ്യുമ്പോൾ നമുക്ക് എനിക്കൊന്ന് വരുന്ന ഒരു 1-2 കൊല്ലത്തിനുള്ളിൽ നമുക്ക് മോർ ഓഫ് ഡിഫോമിറ്റി കേസസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമായിരിക്കും. ബിക്കോസ് എന്താ വെച്ചാൽ ഇതൊന്നും നമുക്കിപ്പം ഈ ഒരു COVID-19 ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കേസസ് നമ്മൾ കാണുന്നില്ല, ആൾക്കാരും ഇതൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഇറ്റ് മൈറ്റ് ഗോ ഇൻ ടു ഡിസബിലിറ്റി.
പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ലെപ്രസി എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു ഗോൾ അച്ചീവ് ചെയ്തത് December 25, 2005 ഈ ഗോൾ എലിമിനേഷൻ എന്ന് പറയുന്ന ഒരു വേർഡിന്റെ മീനിങ് എന്ന് പറയുന്നത് പ്രിവലൻസ്. ഇതിന്റെ പ്രിവലൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്പർ ഓഫ് ന്യൂ ആൻഡ് ഓൾഡ് കേസസ് ഷുഡ് ബി ലെസ് ദാൻ 1 per 1 lakh population. ആ ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്തത് 2005 ആണ്. And we thought that in the coming 2005 we thought that in the coming 15 years we will be able to achieve eradication by 2020. അതുകൊണ്ടാണ് SDG goal തന്നെ 2020 ൽ eradication പറഞ്ഞത്. But due to various reasons നമുക്ക് ആ ഒരു we are not able to achieve that goal. ഇപ്പോഴും ബീഹാർ, ഛത്തീസ്ഗഡ്, ബീഹാർ ഇപ്പൊ എനിക്കൊന്ന് കുറഞ്ഞു. ഛത്തീസ്ഗഡ് ആൻഡ് ദാദ്ര നാഗർ ഹവേലി തന്നെയാണ് പ്രിവലൻസ് റേറ്റ് മോർ ദാൻ 1 ആയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ആനുവൽ ന്യൂ കേസ് ഡിറ്റക്ഷൻ റേറ്റ് ഈസ് 10.35 per 1 lakh population. പിന്നെ കുറച്ച് നമ്മുടെ ഈ ഒരു ഏജന്റിനെ കുറിച്ച് കുറച്ച് പറഞ്ഞുതരാം. എപ്പിഡമിയോളജിയിൽ ഇതിന്റെ ഏജന്റ് എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. മൈക്കോബാക്ടീരിയം ലെപ്രയാണ്. ഇറ്റ് ഈസ് ആൻ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസം ആൻഡ് ഇറ്റ് ഈസ് ഷേപ്പ് തന്നെ സിഗാർ ഷേപ്പ് ബണ്ടിൽസ് ആണ്. പിന്നെ ലെപ്രോമാറ്റിസ് ലെപ്രസിയിൽ, നമ്മുടെ മൾട്ടിബാസിലറി ലെപ്രസിയിൽ the bacterial load is very high. And source of infection എന്ന് പറയുന്നത് it is a multibacillary case ആവാം, paucibacillary case ആവാം, പിന്നെ അതുപോലെ subclinical cases ആവാം. And any case of leprosy is active case of leprosy is infectious. And this organism can live outside body for 7 days. Then a portal of exit എന്ന് പറയുന്നത് it is through the nose, ulcerated skin and through breast milk. Portal of entry എന്ന് പറയുന്നത് it is through respiratory tract ഉം skin contact ആണ്. Skin contact നമ്മൾ എപ്പോഴും പണ്ടൊക്കെ നമുക്കൊരു പണ്ടത്തെ സ്റ്റിഗ്മയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്നത് തൊട്ട് കഴിഞ്ഞാൽ രോഗം വരും എന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇറ്റ് ഈസ് വെരി മിനിമൽ, ഇറ്റ് ഈസ് ലെസ് ദാൻ എന്താ പറയുക ഒരു 0.003% അങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു സ്കിൻ കോൺടാക്ട് വഴി രോഗം പകരുന്നത്. Attack rate is 4 to 12% in household contacts. Means നമ്മുടെ വീട്ടിലൊരു ലെപ്രസി കേസ് ഉണ്ടെങ്കിൽ ഒരു എന്താ പറയാ ഒരു 4 to 12% of that particular household contacts will get infection. അതാണ് ഈ അറ്റാക്ക് റേറ്റ് എന്ന് പറയുന്നത്. കോസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ആർക്കൊക്കെ ഈ രോഗം ബാധിക്കാം, അത് എല്ലാ ഏജ് ഗ്രൂപ്പിലും ഉണ്ടാവാം. ആൻഡ് മോർ ഇൻ മെയിൽസ് ആണ്. ബിക്കോസ് മോർ ഇൻ മെയിൽസിൽ അത് എന്താ പറയുക ജനറ്റിക്കലി ഒരു റീസൺ ഒന്നും നമ്മൾ കണ്ടെത്തിയിട്ടില്ല. വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ മോർ ഇൻ മെയിൽസ്? ബിക്കോസ് അവർ കൂടുതലായിട്ട് പുറത്തിറങ്ങി കൂടുതൽ ഇടപഴകുന്നത് കൊണ്ടാവാം ഈ ഒരു മീൻസ് മെയിൽസിൽ കൂടുതൽ കാണുന്നത്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഓവർ ക്രൗഡിങ് വലിയൊരു റീസൺ ആണ്. ബിക്കോസ് നിങ്ങൾക്ക് എല്ലാവരും ഇത് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട്, നമ്മുടെ COVID-19 പോലെ തന്നെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ ആയതുകൊണ്ട് ബിക്കോസ് ഓവർ ക്രൗഡിങ് ഇല്ല സ്ഥലത്ത് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു രോഗം പടരാനുള്ള ചാൻസ് ഉണ്ട്. വരുന്നത് സ്കിൻ കോൺടാക്ട് വഴി വരാം. അത് ഇറ്റ് ഇസ് വെരി ലെസ് മിനിമൽ ആണ്. ത്രൂ ഫോമൈറ്റ്സ് വരാം ആൻഡ് ത്രൂ ബ്രസ്റ്റ് മിൽക്ക് വരാം. ഇൻക്യുബേഷൻ പീരിയഡ് ഇറ്റ് ഇസ് ഫ്രം 2 to 20 years ആണ്. പക്ഷെ നമ്മൾ ഇതിൽ മീൻ എടുത്തതുകൊണ്ടാണ് നമുക്ക് ഇൻക്യുബേഷൻ പീരിയഡ് 3 to 5 years എന്ന് നമ്മൾ പറയുന്നത്. ആൻഡ് there are influence the susceptibility. So ചില ആൾക്കാരിൽ ഈ ലെപ്രസി വരാൻ കൂടുതൽ ചാൻസ് ആണ്. അതിലൊന്ന് ഏജ് ആണ്. ചിൽഡ്രൻ ആർ മോർ സസെപ്റ്റബിൾ ദാൻ അഡൾട്ട്സ്. അപ്പം ഒരു കമ്മ്യൂണിറ്റിയിൽ ചൈൽഡ്, അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ലെപ്രസിയിൽ നമ്മൾ എപ്പോഴും ഈ നമ്പർ ഈ ഒരു പോയിന്റ് മീൻസ് ഒരു ഇൻഡിക്കേറ്റർ നമ്പർ ഓഫ് ചൈൽഡ് ലെപ്രസി കേസസ് അതൊരു വലിയൊരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ആണ്. ബിക്കോസ് ദാറ്റ് മീൻസ് ഒരു കൺട്രിയിൽ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റില് ഒരു ഡിസ്ട്രിക്റ്റില് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ചൈൽഡ് കേസസ് കൂടുതൽ ഉണ്ടെങ്കിൽ ദാറ്റ് ഷോസ് ദാറ്റ് ദർ ഇസ് ഹൈ എന്താ പറയാ വെരി ഹ്യൂജ് കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ ഓഫ് ലെപ്രസി ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ. അപ്പൊ ഭാഗ്യത്തിന് നമുക്ക് കേരളത്തിൽ ഇതുവരെ നമ്മൾ ചൈൽഡ് കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചൈൽഡ് കേസിൽ ഡിഫോമിറ്റി നമുക്ക് ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ വേറൊന്ന് നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻഡിവിജ്വൽ ഇമ്മ്യൂണിറ്റി ആണ്. നമുക്ക് ഒരു യങ്ങർ ഏജ് ഗ്രൂപ്പിലൊക്കെ വി ഹാവ് വെരി ഗുഡ് ഇമ്മ്യൂൺ സിസ്റ്റം. അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ഒരു രോഗം വരാൻ കുറവാണ്. പിന്നെയുള്ളത് ക്ലൈമറ്റ് എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ആൻഡ് സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്സ് ആണ്. നമ്മുടെ തന്നെ ക്ലൈമറ്റ്സിൽ ഇത് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ കേസ് ഉള്ളത്. പിന്നെ ഓർഗൻസ് എഫക്റ്റഡ് പറയുന്നത് ഇറ്റ് ഇസ് ദ നെർവ്സ് ഫസ്റ്റ്. നെർവ്സ്, പിന്നെ സ്കിൻ, ഐസ്, മ്യൂക്കോസ, മൗത്ത് ആൻഡ് നോസ് ഫാരിങ്സ്,
then testis, kidney, any voluntary or smooth muscles, then reticuloendothelial system and vascular endothelial system. Pathogenesis എന്ന് പറയുന്നത് ഇതില് മൈക്കോബാക്ടീരിയം ലെപ്ര നമ്മുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ there will be a transient basilemia ഉണ്ടാവാം. And this mycobacterium leprae, it goes to the Schwann cells. Because നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ആദ്യം സ്കിൻ ആണ് എഫക്ട് ചെയ്യുന്നത്. Actually, it is not the skin that is affected, it is the nerves that is affected first. അപ്പൊ നെർവ് കവറിംഗിലുള്ള Schwann സെൽസിലേക്കാണ് മൈക്കോബാക്ടീരിയം ലെപ്ര ആദ്യം പോകുന്നത്. And it goes to the എന്താ പറയുക സെർച്ച് ചെയ്യും. it likes to live in cooler places. അത് നമ്മുടെ സ്കിന്നിലുള്ള നമ്മുടെ ബോഡിയിലുള്ള ക്യൂട്ടേനിയസ് നെർവ്സിലും പെരിഫറൽ നെർവ് ട്രങ്ക്സ് ഓഫ് ലിംസ് ആൻഡ് ഫേസിൽ. അപ്പൊ നമ്മുടെ കയ്യിലും മുഖത്തും ഉള്ള ലിംസ്. അപ്പം when a particular person has strong response ആണെങ്കിൽ നല്ല immunity ഉള്ള ഒരാളിലാണെങ്കിൽ ഈ ഇൽനെസ് ഇറ്റ് വിൽ ബി ലിമിറ്റഡ് ടു ദ നെർവ്സ്. അതിപ്പോ നമ്മളത് പ്യുവർ ന്യൂറൽ ലെപ്രസി എന്ന് പറയും. ബിക്കോസ് നമുക്കറിയാം ഇപ്പൊ നമുക്ക് എന്താ പറയാ ഡിസ്ട്രിക്ട്സിലെ ചില ഡോക്ടേഴ്സിനൊക്കെ ശ്രദ്ധിച്ച കാണാം പല പേഷ്യൻസും നമുക്ക് ഒ പിയിൽ വരുന്നുണ്ട് അല്ലെ. നമ്മുടെ പ്രായമുള്ളവരിലും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റംസ് പറയുന്നത് കാലുകൾ. അപ്പൊ നമ്മൾ ആദ്യം എന്താ നോക്കുന്നത്, ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഡയബറ്റീസ് ടെസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ കുറെ നാളെ ബി കോംപ്ലക്സ് മുതലുള്ള അങ്ങനെയുള്ള മരുന്നുകളൊക്കെ നമ്മൾ കൊടുക്കും. അപ്പം ഈ ഒരു റീസൺ ഉള്ളതുകൊണ്ട് അപ്പൊ ഇത് നിങ്ങൾ മൈൻഡിൽ വെക്കണം. ബിക്കോസ് ഒരു ലോങ് സ്റ്റാൻഡിങ് നംനെസ് ഓഫ് ലിംസ് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങളുടെ ദേഹത്ത് നിറം മങ്ങിയതും ചുവന്നതും അടിച്ചതുമായ പാടുകൾ ഉണ്ടോ എന്നുള്ളത്. ആൻഡ് ഇറ്റ് കുഡ് ബി ബിക്കോസ് ഓഫ് ലെപ്രസി. അപ്പൊ അങ്ങനെ മെയിൻ കുറെ കേസസ് നമുക്ക് സ്റ്റേറ്റിൽ നമുക്ക് അറിയാം കുറെ കേസസ് അങ്ങനെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഒരു വലിയ റീസൺ ആണ്. അപ്പം നെർവ്സ് എഫക്റ്റഡ് മാത്രമാണെങ്കിൽ പ്യുവർ ന്യൂറൽ ലെപ്രസി ആയിട്ട് വരാം. പിന്നെയുള്ളത് അടുത്ത വീക്ക് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ആണെങ്കിൽ ലൈക്ക് ഇൻ ചിൽഡ്രനും ഓൾഡ് ഏജ് ഒക്കെ ആണെങ്കിൽ മൾട്ടിപ്ലൈ ഇൻ Schwann cells. പിന്നെ അത് കഴിഞ്ഞ് ആൻഡ് ഇറ്റ് ഗോസ് ഇൻ ടു ദ വാണ്ടറിംഗ് മാക്രോഫേജസ് ആൻഡ് എഫക്ട്സ് അതർ ഓർഗൻസ് ഇൻ ദ ബോഡി. മറ്റുള്ള അവയവങ്ങളിലൊക്കെ ബാധിക്കാം. അപ്പം സ്ട്രോങ് ഇമ്മ്യൂണോളജിക്കൽ റെസ്പോൺസ് ആണെങ്കിൽ ലൈക്ക് weak immunological response ആണെങ്കിൽ it will affect the other organs. ഇതാണ് 3 കാർഡിനൽ സൈൻസ് ആണ്. നമ്മളിപ്പം എല്ലാവരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് നമ്മൾ എന്നും പറയുന്നതും കേൾക്കുന്നതും കാണുന്നതുമായ മീൻസ് ലെപ്രസിയിൽ പറയുന്നതാണ് അല്ലെ, നിറം മങ്ങിയതും ചുവന്നതടിച്ചതും സ്പർശനശേഷി കുറവുമുള്ള പാടുകൾ. അതാണ് 3 കാർഡിനൽ സൈൻസിൽ ഒന്ന് ഹൈപ്പോപിഗ്മെന്റഡ് ഓർ റെഡിഷ് സ്കിൻ ലീഷൻസ് ആണ് വിത്ത് സെൻസറി ഡെഫിസിറ്റ്. ഇറ്റ് കുഡ് ബി ഹൈപ്പോപിഗ്മെന്റഡ് ആവാം അല്ലെങ്കിൽ റെഡിഷ് ലീഷൻസ് ആവാം. പിന്നെയുള്ളത് അടുത്തത് ഇൻവോൾവ്മെന്റ് ഓഫ് പെരിഫറൽ നെർവ്സ് ആണ്. നെർവ് തിക്കനിങ് ഉണ്ടാവാം വിത്ത് ലോസ് ഓഫ് സെൻസേഷൻ ആൻഡ് വീക്ക്നെസ് ഓഫ് ദ കറസ്പോണ്ടിങ് മസിൽസ് ഓഫ് ദ ഹാൻഡ്സ്, ഫീറ്റ് ഓർ ഐസ്. മൂന്നാമത്തത് നമ്മൾ പറയുന്നത് സ്പ്ലിറ്റ് സ്കിൻ സ്മിയർ. അതാണ് SSS. സ്പ്ലിറ്റ് സ്കിൻ സ്മിയറിൽ സ്ലിറ്റ് സ്കിൻ സ്മിയറിൽ അതില് നമ്മൾ എടുക്കുന്നത് ഒന്നുകിൽ ഇയർ ലോബ്സ് അല്ലെങ്കിൽ ബാക്കില് നമ്മുടെ സ്കാപ്പുലയുടെ ഭാഗത്ത് നിന്ന് എടുക്കുന്ന ആ ഒരു സ്കിൻ സ്മിയർ സ്ലിറ്റ് ആയിട്ടുള്ള സ്കിൻ സ്മിയർ ലീഷൻസിൽ നമുക്ക് മൈക്രോബാക്ടീരിയം കാണാൻ പറ്റും. അപ്പൊ ഇതാണ് 3 കാർഡിനൽ സൈൻസ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് സൈൻസ് ഇൻ ലെപ്രസി. അപ്പൊ സിംറ്റംസ് സാധാരണ സിംറ്റംസ് ആൻഡ് സൈൻസ് എന്ന് പറയും. സിംറ്റംസ് ഉണ്ട് ലെപ്രസിയിൽ. ആക്ച്വലി ദർ ഇസ് നോ സിംറ്റം ഓൺലി. അതുകൊണ്ടാണ് നമ്മൾ ആക്റ്റീവായിട്ട് കേസ് സെർച്ച് ചെയ്ത് നമ്മൾ അങ്ങോട്ട് പേഷ്യൻസിനോട് ചോദിക്കാതെ they will not say, like and majority of them will not say their symptoms because they will be having the signs. Symptoms ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ symptoms ആണ് what the patient tell us അല്ലെ, signs is what we elicit on them. അപ്പം സിംറ്റംസ് ലെപ്രസിയിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, സൈൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പൊ എങ്ങനെയാ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്? അപ്പൊ ഒന്ന് നമ്മൾ ഈ 3 കാർഡിനൽ സൈൻസ് വെച്ചിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പൊ ഒരു കേസ് ഓഫ് ലെപ്രസി എന്ന് പറയുന്നത് എനി പേഷ്യന്റ് who is having these 3 cardinal symptoms and who is yet to be started on a full course of MDT, multi drug treatmentലാണ്. നമ്മൾ അങ്ങനത്തെ ഒരാളെയാണ് നമ്മളൊരു കേസ് ഓഫ് ലെപ്രസി എന്ന് പറയുന്നത്. ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് പറയുമ്പോൾ സോറിയാസിസ് ആവാം, സെക്കൻഡറി സിഫിലിസ് ആവാം, ദാറ്റ് ഇസ് ഓൾ വെരി റെയർ. പിന്നെ വിറ്റിലിഗോ ആവാം,
ആവാം, പിന്നെ അതുപോലെ ലൂപ്പസ് വൾഗാരിസ് ആവാം. കുട്ടികളാണ് എന്താ പറയാ ഡ്രൈ സ്കിൻ ഉള്ളതൊക്കെ. പിന്നെ വേറെ ഇൻവോൾവ് കൊണ്ട് ഡയബറ്റീസ് ഒക്കെ കൊണ്ടും ഇതേപോലെ പ്ലാന്റും ഡിഫോംഡ് ഹാൻഡ്. ഹിസ്റ്ററിയിൽ നമ്മൾ ചോദിക്കുന്നത് എന്താ, നമ്മൾ കേസ് ഹിസ്റ്ററിയിൽ നമ്മൾ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല നമുക്ക്, ബിക്കോസ് സിംറ്റംസ് ഒന്നും അവർ പറയാത്തത് കൊണ്ട് വേറെ കേസ് ഹിസ്റ്ററിയിൽ നമുക്ക് മെയിൻ അങ്ങോട്ട് ചോദിക്കേണ്ടത് നമുക്ക് തന്നെ. അത് കൂടാതെ വേറെ ഒന്നും ചോദിക്കാനില്ല, നമുക്ക് വീട്ടിലാരെങ്കിലും ഇതേപോലെ ലീഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്കിൻ എക്സാമിനേഷൻ ആണ്. പിന്നെ ഉള്ളത് നെർവ് എക്സാമിനേഷൻ. അപ്പം കേസ് ഹിസ്റ്ററിയിൽ നമുക്ക് നെയിം, ഏജ്, സെക്സ്, നമ്മുടെ യൂഷ്വൽ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. പ്രസന്റിങ് കംപ്ലൈന്റ്സ് എന്താണെന്നുള്ളത്, ഒരു നിറമങ്ങിയതും ചുവന്ന എന്താ പറയാ ഈ ഒരു പാച്ചസ് ഉണ്ടെങ്കിൽ എത്ര നാളായി തുടങ്ങിയിട്ട്, എവിടെയാണ് ഉണ്ടായത്. സിൻസ് ബർത്ത് ആണെങ്കിൽ നമുക്ക് നമുക്ക് ബർത്ത് മാർക്സ് ഒക്കെ നമുക്ക് അപ്പൊ തന്നെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അത് നോട്ട് ഇനി ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ, അതുപോലെ അൾസേഴ്സ് ആണെങ്കിലും ഡിഫോമിറ്റി ഓഫ് ഹാൻഡ്സും ഫീറ്റ് ഒക്കെ ആണെങ്കിലും ടൈം ഓഫ് ഓൺസെറ്റും ആൻഡ് നേച്ചർ ഓഫ് ഇറ്റ്സ് പ്രോഗ്രസും നമുക്ക് ചോദിക്കാം. പിന്നെ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററി ചോദിക്കാം. ഭൂരിഭാഗം ആൾക്കാരും, ബിക്കോസ് നമുക്കറിയാം, ഇപ്പൊ ഞാൻ നേരത്തെ നമ്പേഴ്സ് ഞാൻ പറഞ്ഞു തന്നു അല്ലെ, 694 നമുക്ക് കേരളത്തിലുള്ള പുതിയ കേസസിൽ 578 മൾട്ടിബാസിലറി ലെപ്രസി. ഇതൊരു ലെപ്രസിയുടെ ലീഷൻസ് എന്ന് പറയുന്നത് സ്പെക്ട്രം ആണ്. വിത്ത് ലെസ് ദാൻ 5 ലീഷൻസ്. അത് നമ്മൾ അവിടെ വെച്ച് കണ്ടുപിടിക്കാണ്ടിരിക്കുമ്പോൾ ഗോസ് ഇൻ ടു മൾട്ടിബാസിലറി ലെപ്രസി, ദാറ്റ് ഇസ് മോർ ദാൻ 5 ലീഷൻസ്. അതൊന്നും നമ്മൾ കണ്ടുപിടിക്കാണ്ടിരിക്കുമ്പോഴാണ് ഇറ്റ് ഗോസ് ഇൻ ടു ഗോ ഫോർ എന്താ പറയുക ഫൈനലി ഒക്കെയാണ് നമ്മൾ ഡോക്ടേഴ്സ് തന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ ട്രീറ്റ്മെന്റ് ഹിസ്റ്ററിയിൽ എത്ര നാൾ ഇതിന് മരുന്ന് കഴിച്ചു, എന്തൊക്കെ മരുന്നാണ് കഴിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാം. പിന്നെ അതർ അസോസിയേറ്റഡ് ഇൽനെസ്, ജോണ്ടിസ് ഉണ്ടോ, കോഫ് ഉണ്ടോ, അതുപോലെ സ്വെല്ലിംഗ് ഓഫ് ദ ഫീറ്റ്. ഇത് ആക്ച്വലി നമ്മൾ ചോദിക്കുന്നത് ബിക്കോസ് ഇറ്റ് മേ നോട്ട് ബി ദീസ് ആർ നോട്ട് ദ ഡിസീസസ് ദാറ്റ് കോസസ് ലെപ്രസി, ബട്ട് if once we identify a person as having leprosy, നമുക്ക് മരുന്നുകൾ കൊടുക്കണമെങ്കിൽ we have to rule out these symptoms, because ഇതെല്ലാം നമ്മുടെ എന്താ പറയാ കോൺട്രാ ഇൻഡിക്കേഷൻസ് ഫോർ MDT ആണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. പിന്നെ any person in the family or close contacts having similar disease or had the disease and was or it was treated. അപ്പം പിന്നെ രണ്ടാമത് നമ്മൾ ചോദിക്കും കേസ് ഹിസ്റ്ററി എടുത്തു. രണ്ടാമത്തെ കാര്യം സ്കിൻ എക്സാമിനേഷൻ ആണ്. ഇതിൽ സ്കിൻ എക്സാമിനേഷനിൽ നമ്മൾ hypopigmented or reddish skin lesions with definite sense. കേസസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് മുൻപല്ല, എപ്പോഴും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ നമ്മുടെ സർവേ കൊണ്ടാണ് അല്ലെ. ആക്റ്റീവ് കേസ്, അശ്വമേധം പ്രോഗ്രാം ഉണ്ടായിരുന്നു, LCTC പ്രോഗ്രാം, അങ്ങനെയുള്ള കുറെ പ്രോഗ്രാം ക്യാമ്പയിൻ മോഡിൽ നമുക്ക് കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെയാണ് ലീഷന്റെ ഒന്നും പറയില്ല. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ മെജോറിറ്റി ഓഫ് ദ ലീഷൻസ് വിൽ ബി ഇൻ നോൺ ആക്സസിബിൾ ഏരിയാസ്, കാണാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ, നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെയാണ്, ബാക്കിലും വട്ടക്സിലൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് ചെയ്യേണ്ടത് ഈ കാര്യം പേഷ്യന്റിനോട് ചോദിക്കുക. ഹൈപ്പോപിഗ്മെന്റോ റെഡിഷ് സ്കിൻ ലീഷൻസ് വിത്ത് ഡെഫിനറ്റ് സെൻസറി ഡെഫിസിറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുക. ചിലപ്പോൾ സെൻസറി ഡെഫിസിറ്റ് പോലും പേഷ്യൻസ് പറയില്ല. വി ഹാവ് ടു എലിസിറ്റ്. അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് ഗുഡ് ലൈറ്റിലായിരിക്കണം, നാച്ചുറൽ ലൈറ്റിൽ, സൺലൈറ്റിലായിരിക്കണം, ആൻഡ് വിത്ത് പ്രൈവസി. ആൻഡ് ഓൾവേസ് എക്സാമിൻ ദ ഹോൾ സ്കിൻ ഫ്രം ഹെഡ് ടു ടോ. പേഷ്യന്റ് കയ്യിലാണ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ കൈ മാത്രം നോക്കുകയല്ല, വി ഹാവ് ടു, ബിക്കോസ് നമുക്ക് പേഷ്യന്റിന് ബാസിലറി ആണോ മൾട്ടിബാസിലറി ആണോ എന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഇസ് വിത്ത് ദ നമ്പർ ഓഫ് ലീഷൻസ്. കൈ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരു പ്ലേസ് വിത്ത് ഗുഡ് ലൈറ്റ് ആൻഡ് പ്രൈവസിയിൽ വേണം എക്സാമിൻ ചെയ്യാനായിട്ട്. പിന്നെ ഹെഡ് ടു ടോ ചെയ്യണം. അതുപോലെ അതർ പിന്നെ അടുത്ത നമ്മൾ നോക്കേണ്ടത് സ്കിൻ ലീഷൻസിൽ നമ്പർ ആണ്, നമ്പർ ഓഫ് സ്കിൻ ലീഷൻസ് ആണ്. പിന്നെ കളർ ഓഫ് ദ സ്കിൻ ലീഷൻ, ദെൻ സെൻസറി ഡെഫിസിറ്റ് നോക്കണം, ടെൻഡർനെസ് നോക്കണം, അതുപോലെ പ്രസൻസ് ഓഫ് ഇൻഫിൽട്രേഷൻ ഓർ നോഡ്യൂൾസ്.
അപ്പൊ ഇതിൽ ഈ നോഡ്യൂൾസ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ മുഴകൾ കാണാം. അത് ഐദർ ഓൺ ഇയർ ലോബിൽ കാണാം, ചിലപ്പോൾ നോസിൽ കാണാം, അതുപോലെ ബാക്കിൽ സ്കാപ്പുലയിൽ കാണാം. അപ്പൊ ഇങ്ങനെ പിന്നെ ചില നെർവ് ടെൻഡനസ് ഉണ്ടാവാം. ഒരു acute lesion, acute leprosy ആണെങ്കിൽ, acute beginning of the leprosy അല്ലെങ്കിൽ acute lesion ആണെങ്കിൽ നമുക്കൊരു ഈ ഒരു ടെൻഡനസ് കാണാം, നെർവ് ടെൻഡനസ് കാണാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഇതാണ് പാച്ചസ്. ഇതൊക്കെ നിങ്ങൾ എനിക്കൊന്ന് many pictures leprosy patients. അപ്പൊ ഇതിൽ ഇതാണ് ഹൈപ്പർ പിഗ്മെന്റഡ് റെഡിഷ് കളർ പാച്ചസ് ആണിത്. അപ്പൊ ഈ ഒരു കേസ് ഇത് ആക്ച്വലി പേഴ്സൺ ഇസ് മൾട്ടിബാസിലറി പേഷ്യന്റ്. അതുപോലെ ഈ പറഞ്ഞ ലീഷൻസ് കോയിലീസ് ചെയ്ത് ഇറ്റ് വിൽ ബിക്കം ലൈക്ക് എന്താ പറയുക, ഒരു വലിയൊരു ഹൈപ്പർ പിഗ്മെന്റഡ് ഏരിയ ആയിട്ട് മാറും. അപ്പൊ ദിസ് ഇസ് മോസ്റ്റ്ലി മിസ്റ്റേക്കൺ ഫോർ ടീനി ആണ് അല്ലെ, എക്സ്റ്റെൻസീവ് ടീനി ആയിട്ട് നമുക്ക് മിസ്റ്റേക്കൺ ചെയ്യും ഇത് ഇങ്ങനത്തെ ലെപ്രസി കേസസ്. അപ്പൊ ഇതെല്ലാം ലീഷൻസ് ആണ്. പിന്നെ ഇതിൽ കാണുന്നത് നോഡ്യൂൾസ് ആണ്, ഇൻഫിൽട്രേഷൻ ഓഫ് സ്കിൻ. അപ്പൊ ഇതിൽ വരുന്നത് അപ്പൊ ഈ തിക്കൻഡ് ഐബ്രോസ്, അതുപോലെ ഇയർ ലോബ്സ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് ലെപ്രസിയിൽ കാണാൻ പറ്റും. ദിസ് ഇസ് മോസ്റ്റ്ലി സീൻ ഇൻ മൾട്ടിബാസിലറി ലെപ്രസി. കേസ് ഹിസ്റ്ററി എടുത്തു, സ്കിൻ എക്സാമിനേഷൻ, നെർവ് എക്സാമിനേഷൻ ആണ്. അപ്പം നെർവ് എക്സാമിനേഷൻ നമ്മൾ ചെയ്യുന്നത്, അപ്പം മുൻപ് നമ്മുടെ ലെപ്രസി ഓൾമോസ്റ്റ് ഓൾ ദ ലെപ്രസി കേസസ് വെർ ഐഡന്റിഫൈഡ് അല്ലെങ്കിൽ ഡിറ്റക്റ്റഡ് ബൈ അവർ സ്പെഷ്യലിസ്റ്റ്. എല്ലാവരും സ്ലിറ്റ് സ്കിൻ സ്മിയർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം ഇപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മൾ ഇൻക്ലൂഡ് കുടുംബശ്രീയുടെ വോളണ്ടിയേഴ്സ്, ഹെൽത്ത്, എനിബഡി എല്ലാം public can be trained. Rocket science ഒന്നും അല്ല to identify. എല്ലാവർക്കും സ്ലിറ്റ് സ്കിൻ സ്മിയർ ചെയ്യണമെന്ന് SSS ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഈ ഒരു സെൻസേഷൻ നോക്കുന്നതാണ്, അല്ലെങ്കിൽ നെർവ് സെൻസേഷൻ നോക്കുന്നതാണ് കുറച്ച് നമുക്ക് എല്ലാവർക്കും ഒരു പേടിയില്ലത് ലെപ്രസിയിൽ. ബട്ട് ഭയങ്കര സിമ്പിൾ ആണ് ചെയ്യാനായിട്ട്. നമുക്ക് ഫീൽഡിൽ ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവ് കേസ് ചെയ്യുമ്പോൾ നമ്മൾ ആശാ വർക്കേഴ്സിനെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത്, ഈവൻ ഫീൽഡ് സ്റ്റാഫിനെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് ഇതുപോലെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് വേണ്ടത് ഒരു പെന്നാണ്, ബോൾ പോയിന്റ്, നമ്മുടെ സാധാരണയിലെ ബോൾ പോയിന്റ് പെന്ന്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്, സെൻസേഷൻ നോക്കുന്നത്. അപ്പം ഈ സെൻസേഷൻ നോക്കുന്നത് പിഗ്മെന്റഡ് പാച്ചസിലാണ് നമ്മൾ സെൻസേഷൻ നോക്കുന്നത്, സ്കിൻ ലീഷൻസിലാണ് സെൻസേഷൻ നോക്കുന്നത്. അപ്പൊ അതില് ആദ്യം പേഷ്യന്റ് ആക്ച്വലി പേഷ്യന്റ് ഷുഡ് വാച്ച് us doing, see what we are doing. പേഷ്യന്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഇതില് ഈ ബോൾ പോയിന്റ് പെന്നിന്റെ ടിപ്പ് 90 degrees പെർപെൻഡിക്കുലർ വെച്ചിട്ട് we have to see the sensation from the normal skin towards the hypopigmented area. അപ്പൊ അത് അങ്ങനെ ആദ്യം അവർ കണ്ടുകൊണ്ട് ചെയ്തിട്ട് വേണം നമ്മൾ. then we have to ask the patient to close his eyes and then you have to repeat the same. അപ്പം ഹൈപ്പോപിഗ്മെന്റഡ് ഏരിയയിൽ എത്തുമ്പോൾ സെൻസേഷൻ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഇസ് സെൻസിറ്റീവ് ആയിട്ടില്ല, അല്ലെങ്കിൽ അനസ്തറ്റിക് ആയിട്ടുള്ള ഒരു പാച്ച് ആണ് ആ ഒരു പർട്ടിക്കുലർ പാച്ച്. അപ്പം ഇങ്ങനെ എല്ലാ നമ്മളിപ്പം ഒരു ദേഹത്തെ ഒരു ഓൾ സ്കിൻ ലീഷൻസിൽ നമ്മൾ ഇതേപോലെ സെൻസിറ്റിവിറ്റി ഈ ഒരു സെൻസേഷൻ നോക്കണം. പിന്നെ ഇതിൽ പണ്ട് നമ്മൾ ഇപ്പൊ ഞാനൊക്കെ MBBS പഠിക്കുമ്പോൾ നമ്മൾ പിന്നും കോട്ടൺ നൂളും ഫെദറൊക്കെ ഉപയോഗിച്ചാണ് നമ്മളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഓൺലി യു യൂസ് ദ പെൻ ആൻഡ് സ്കിൻ ലൈറ്റ്. അല്ല, ജസ്റ്റ് ഒരു ലൈറ്റ് ടച്ച് ആണ് ആ പർട്ടിക്കുലർ ഏരിയസ് ഓഫ് ദ സ്കിൻ. ഡു നോട്ട് ഇപ്പൊ ഞാൻ തൊടുന്നത് അറിയുന്നുണ്ടോ ഇങ്ങനെ ഇടയ്ക്കിടക്ക് ചോദിക്കാൻ പാടില്ല. ആൻഡ് പ്രൊസീഡ് ഫ്രം
the normal skin to the patch. Give only one stimulus at a time. ഒരു പ്രാവശ്യം ഒരു കുത്തലേറിയ ചിലപ്പോൾ നമ്മൾ അതുപോലെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടും ടെസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതാണ് സെൻസേഷൻ വരാം. പിന്നെ മൂന്നാമത്തത് വീക്ക്നെസ് വരാം. ആ പർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പിന് സോറി ഇടക്ക് നെറ്റ് പോകുന്നുണ്ട്. അപ്പം ഇപ്പൊ കേൾക്കുന്നുണ്ടായിരിക്കും എല്ലാവർക്കും. അപ്പൊ അടുത്ത നമ്മൾ നോക്കുന്നത് പാൽപേഷൻ ഓഫ് നെർവ്സ് ആണ്. അപ്പൊ ഇതില് patient and the examiner should be properly positioned. അപ്പം പേഷ്യന്റിന്റെ എവിടെയാണ് ലീഷൻ ഉള്ളത് ആ ഒരു ഭാഗം വി ഷുഡ് ഫേസ് ദ പേഷ്യന്റ്. പേഷ്യന്റ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്തിട്ട് വേണം നമ്മൾ പേഷ്യന്റ് എക്സാമിൻ ചെയ്യാനായിട്ട്. ദെൻ ആ പർട്ടിക്കുലർ നെർവിനെ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ആ നമ്മൾ നെർവ് പാൽപേറ്റ് ചെയ്യുമ്പോൾ പേഷ്യന്റെ ഫേസ് ആണ് നോക്കേണ്ടത്. ആ പേഷ്യന്റ് നെർവ് ടെൻഡനസ് ഉണ്ടാവും, നെർവിന് വേദന എടുക്കും, പേഷ്യന്റെ ഫേസിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പേഷ്യന്റിന് ഫേസിൽ ഫ്ലിഞ്ചിങ് ഉണ്ടാവാം, ബിക്കോസ് ആൻഡ് ഹി വിൽ എക്സ്പ്രസ് ദാറ്റ്. അല്ലാണ്ട് നെർവ് പാൽപേറ്റ് ചെയ്തിട്ട് പേഷ്യന്റിനോട് വേദന ഉണ്ടോ എന്ന് ചോദിക്കുന്നതല്ല. യു ഹാവ് ടു എലിസിറ്റ്. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് വിത്ത് ദ പൾപ്പ് ഓഫ് 2 fingers. നമ്മുടെ വിരലിന്റെ അറ്റം കൊണ്ടാണ് നമ്മൾ ഈ രണ്ട് വിരലിന്റെ, ബിക്കോസ് ദാറ്റ് ഇസ് ദ ഇൻഡെക്സ് ഫിംഗർ ആൻഡ് ദ മിഡിൽ ഫിംഗർ. ഈ 2 വിരലുകൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു നെർവ് തിക്നിങ് നമ്മൾ നോക്കേണ്ടത്. ആൻഡ് നെർവിന്റെ കോഴ്സിൽ നെർവ് എങ്ങനെയാണ് റൺ ചെയ്യുന്ന ത്രൂ യു ഹാവ് ടു പാൽപേറ്റ് അക്രോസ് ദ കോഴ്സ് ഓഫ് ദ നെർവ്. ആ നെർവിന് എവിടെയാണ് ഏതൊക്കെ നെർവ്സ് ആണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് ആ നെർവിന്റെ ഡയറക്ഷനിലാണ് നമ്മൾ ഇതിനെ പാൽപേറ്റ് ചെയ്ത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. പിന്നെ എത്ര നമുക്ക് നെർവിനെ നമ്മൾ പാൽപേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് കൂടുതൽ ലെങ്ത്തിലേക്ക് നമുക്ക് പാൽപേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇതാണ് 3 നെർവ്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. ഒന്ന് അൾനാർ നെർവ്, എല്ലാവർക്കും അറിയാം, നമ്മുടെ എൽബോ ജോയിന്റിൽ ഉള്ള എല്ലാവർക്കും അറിയാം അല്ലെ. ഞാനിപ്പോ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അൾനാർ നെർവ്, ലാറ്ററൽ പോപ്ലിറ്റൽ നെർവ് ആൻഡ് പോസ്റ്റീരിയർ ടീപ്പിയൽ നെർവ് ആണ് നമ്മൾ പാൽപേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇതിന്റെ നെർവ് ഫംഗ്ഷൻ നമ്മൾ അസസ് ചെയ്യുമ്പോൾ വോളണ്ടറി മസിൽ ടെസ്റ്റിംഗ് ആണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതില് ബിക്കോസ് ഇതില് നെർവ് ഇൻവോൾവ്മെന്റ് വരുമ്പം what the patient will have will be weakness of the muscles. അപ്പം ഒന്ന് ഇതിന്റെ മസിൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ നെർവിന്റെ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ മസിലിന്റെ ആക്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതില് SWP, ഇതില് സ്ട്രോങ്, വീക്ക് ആൻഡ് പാരലൈസ്ഡ്. അപ്പം സ്ട്രോങ് മസിൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മീൻസ് ഇഫ് ദ നെർവ് ഇസ് നോട്ട് ഇൻവോൾവ് ദാറ്റ് മച്ച് ആണെങ്കിൽ പേഷ്യന്റിന് he will be able to perform the movement of that particular muscle against full resistance. Weak anengil he will not be able to perform that movement, like not that much to the full extent. adana nammal weak ennu parayunnathu. Paralyzed anengil he will not at all, he will not be able to perform the movement. Appam idana appam nammal cheyyunnathu basically nammal cheyyunnathu ഇപ്പം അറിയാലോ നമുക്ക് 3 ഒന്നെങ്കിൽ ഹാൻഡ് മസിൽസ്, ഫുട്ട് മസിൽസ് ആൻഡ് ഐ മസിൽസ് ആണ് കോമൺ ആയിട്ട് ഇൻവോൾവ് ആവുന്നത്. അപ്പം ഇതില് ഐ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ലിഡ് ലാഗ് വരികയാണെങ്കിൽ വാട്ട് വി ഷുഡ് ഡു ഇസ് ഒന്ന് whether the muscle involvement is strong ആണെങ്കിൽ അല്ലെങ്കിൽ if he or she is able to perform strongly ആണെങ്കിൽ പേഷ്യന്റിനോട് നമ്മൾ കണ്ണടക്കാൻ പറയാ ആൻഡ് ബലമായിട്ട് മീൻസ് പേഷ്യന്റിനോട് കണ്ണ് തുറക്കാൻ പറയാ വിത്ത് റെസിസ്റ്റൻസ് ഓഫ് അവർ ഫിംഗേഴ്സ്. if he or she is able to open his or her eyes against resistant ആണെങ്കിൽ that functioning of the muscle is strong. P ആണെങ്കിൽ she will be grade S ആണെങ്കിൽ it is strong, patient will be able to function that muscle against resistance. P ആണെങ്കിൽ paralyzed ആണെങ്കിൽ patient will not be able to do particular action of that muscle against resistance. Weak ആണെങ്കിൽ ഒരു ചെറിയൊരു മൂവ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അൾനാർ നെർവ് ആണെങ്കിൽ ഇതുപോലെ ചെയ്യാം. കൈ ഒരു ഫ്ലാറ്റ് സർഫസിൽ നമ്മൾ വെക്കണം വിത്ത് ദ പാം ടേൺഡ് ഔട്ട്വേർഡ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് റിംഗ് ഫിംഗർ നമ്മൾ പുറത്തേക്ക് മീൻസ് ലാറ്ററലി മൂവ് ചെയ്യാൻ പറയണം.
against resistance. If the patient is able to move the ring finger medially, against resistance, strongly move on that particular muscle action is strong. Tira move it is paralyzed. Oro muscles, foot drop muscles suspected nerve involvement area muscle power it is we will grade as, because grading is important, because a particular patient nerve patches, means skin patches മാത്രല്ല നമുക്ക് നോക്കേണ്ടത്. അത് മാത്രല്ല നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതുപോലെ ആ പർട്ടിക്കുലർ മസിൽ ഫങ്ഷനിങ്ങും കൂടി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ഗ്രേഡിംഗ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ മസിൽ കൂടി റിപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഗ്രേഡ് എസ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്. that particular action, that patient is able to do particular action smoothly, adana grade S, strong. Pinna W aanengil weak aanu, P aanengil paralyzed. That patient, P is paralyzed, totally paralyzed aanu, patient will not be able to do that particular action. Pinna sensation nammal nokkunnathu vera onnuണ്ട്, pain sensations nokkunnathu ee areas lakkeyana pain sensations nokkunnathu. Foot drop aanengil ee 3 points കാണിക്കുന്നത്, means ഈ 3 പോയിന്റ്സിൽ കാണിക്കുന്ന ഏരിയയിലാണ് നമ്മൾ സെൻസറി ടെസ്റ്റിംഗ് ചെയ്യുന്നത്. അത് ദാറ്റ് ഈസ് ഓൾസോ വി ക്യാൻ ഡു വിത്ത് ദ പെൻ. അല്ലാതെ സൂചി കൊണ്ട് കുത്തണം എന്നല്ല പറയുന്നത്, വിത്ത് ബോൾ പോയിന്റ് പെൻ കൊണ്ട് നമുക്ക് ഈ പർട്ടിക്കുലർ ഏരിയാസിൽ സെൻസറി ടെസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഇങ്ങനെയാണ് നമ്മുടെ ഓൾ ദ ലെപ്രസി കേസസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ദാറ്റ് positive 5 angle, it is multibacillary. Peripheral nerve involvement, no nerve involvement or one nerve involvement angle possibacillary. More than one nerve involvement angle, it is multibacillary. Multibacillary angle, it is from any side positive. പക്ഷെ നമ്മള് skin smear നമ്മളിപ്പോ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൺലി ഒരു എന്താ പറയാ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കേസസിൽ മാത്രമാണ് SSS. ചേഞ്ച് ഓഫ് ഡിഫോമിറ്റി ആണ്, ബിക്കോസ് ഗ്രേഡ് 2 ഡിഫോമിറ്റി എന്ന് പറയുന്നത് നമ്മുടെ റിപ്പോർട്ടിംഗ് ഫോർമാറ്റിൽ നിങ്ങൾ എല്ലാവരും കാണും. അപ്പം യു ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇഗ്നോറന്റ് ആവരുത്. വാട്ട് ഇസ് ഗ്രേഡ് 2 ഡിഫോമിറ്റി? അപ്പൊ എല്ലാവർക്കും അറിയാം, മെയിൻ ആയിട്ടും ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പർട്ടിക്കുലർ മസിൽ, ഓരോ നെർവിന്റെയും ഫങ്ഷണൽ അസസ്മെന്റ് ചെയ്യണം. അത് ഫങ്ഷണൽ അസസ്മെന്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ മസിൽ ഗ്രൂപ്പിന്റെ ആ ഒരു മസിൽ ഫങ്ഷനിങ് കൂടി നമ്മൾ അസസ് ചെയ്യണം. അപ്പൊ ഗ്രേഡ് 0 ആണെങ്കിൽ, അപ്പം ഇതാണ് പോസിബാസിലറി എന്ന് പറഞ്ഞാൽ സ്കിൻ ലീഷൻസ്, ഇറ്റ് ഇസ് 1 to 5. Then multibacillary ആണെങ്കിൽ more than 5 skin lesions. Peripheral nerve, no nerve involvement or one nerve involvement anengil, it is possibacillary. Multibacillary anengil more than one nerve involvement. Skin smear negative at all sites anengil, it is possibacillary. Positive at any one site anengil, it is multibacillary. Usually we don't do slit skin smear these days. പിന്നെ അടുത്തത് ഗ്രേഡിംഗ് ഓഫ് ഡിസബിലിറ്റീസ് ആണ്, EHS സ്കോർ എന്ന് പറയും. അപ്പൊ ഇതില് ഒന്നുമില്ല, ഐസ്, ഹാൻഡ് ആൻഡ് ഫീറ്റ് ആണ് EHS സ്കോർ എന്ന് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് വി ഹാവ് ടു ഡു നമുക്ക് നമ്പർ ഓഫ് ലീഷൻസ് ഉള്ളത് ടെസ്റ്റ് ചെയ്യണം. രണ്ടാമത്തത് നമ്മൾ നോക്കുന്നത് മസിൽ ഫങ്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതില് ഹാൻഡ്സ് ആൻഡ് ഫീറ്റും ഐസും ആണെങ്കിൽ ഗ്രേഡ് 0 എന്ന് പറയുന്നത് ദർ ഇസ് നോ ഇൻവോൾവ്മെന്റ്, ആക്ച്വലി നെർവ് ഇൻവോൾവ്മെന്റ് ഇല്ല. ഗ്രേഡ് 0 ആണ് ഹാൻഡ്സ് ആൻഡ് ഫീറ്റ് ആണെങ്കിൽ, ഗ്രേഡ് 0 ആണെങ്കിൽ ദർ ഇസ് നോ അനസ്തീസിയ, ലോസ് ഓഫ് സെൻസേഷൻ ഒന്നും ഇല്ല. ദാറ്റ് ഈസ് ഓവർ പാം ഓർ സോൾ, നോ വിസിബിൾ ഡിഫോമിറ്റിയോ ഡാമേജും ഒന്നുമില്ല. അപ്പൊ ഗ്രേഡ് 0 ആണെങ്കിൽ ഒരു പേഷ്യന്റിന് ഗ്രേഡ് 0 ഡിഫോമിറ്റി, ഒരു ലെപ്രസി പേഷ്യന്റ് വിത്ത് ഗ്രേഡ് 0 ഡിഫോമിറ്റി ആണെന്ന് പറയുകയാണെങ്കിൽ ആ പേഷ്യന്റിന് സ്കിൻ ലീഷൻസ് മാത്രമേ ഉള്ളൂ, ബട്ട് ദർ ഇസ് നോ നെർവ് ഇൻവോൾവ്മെന്റ്. അതാണ് നോ അനസ്തീസിയ ആൻഡ് നോ വിസിബിൾ ഡിഫോമിറ്റി ഓവർ പാം ഓർ സോൾ. ഗ്രേഡ് 1 ആണെങ്കിൽ പേഷ്യന്റിന് സ്കിൻ ലീഷൻസ് ഉണ്ടാവാം. ഗ്രേഡ് 1 ഡിഫോമിറ്റി എന്ന് പറയുന്നത് പേഷ്യന്റിന് സ്കിൻ ലീഷൻസ് ഉണ്ടാവാം, അനസ്തീസിയ ഉണ്ടാവാം, മീൻസ് ഹൈപ്പോ അനസ്തറ്റിക് ഏരിയാസ് ഉണ്ടാവാം, ബട്ട് നോ വിസിബിൾ ഡിഫോമിറ്റി ഓൺ പാം ഓർ സോൾ. ഗ്രേഡ് 2 ആണെങ്കിൽ
ഇതേപോലെ സ്കിൻ ലീഷൻസ് ഉണ്ടാവാം, അതുപോലെ അനസ്തീസിയ ഉണ്ടാവാം, പിന്നെ വിസിബിൾ ഡിഫോമിറ്റി ഓർ ഡാമേജ് ഉണ്ടാവാം. അപ്പൊ ഇതാണ് ഇത് നിങ്ങൾ എല്ലാവരും ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ NLEP പ്രോഗ്രാം. ബിക്കോസ് നമുക്ക് റിപ്പോർട്ടിംഗ് ചെയ്യുന്നത് ഗ്രേഡ് 2 ഡിഫോമിറ്റി വെച്ചിട്ടാണ്. ഈവൻ ദ ഒരു പറഞ്ഞ ഗ്രേഡ് 2 ഡിഫോമിറ്റി സ്കൂളിലാണെങ്കിൽ നമ്മുടെ NLEP പ്രോഗ്രാം ഇസ് വെരി പുവർ ഇൻ ദ. പിന്നെ അടുത്തത് ഐസ് ആണെങ്കിൽ നമ്മൾ കണ്ണുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കണ്ണിന്റെ ഡിഫോമിറ്റി എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടോ നോക്കുകയാണെങ്കിൽ ഗ്രേഡ് 0 പറയുമ്പോൾ ദർ ഇസ് നോ ഐ പ്രോബ്ലം ഡ്യൂ ടു ലെപ്രസി. പേഷ്യന്റ് സ്കിൻ പാച്ചസ് ഉണ്ടാവാം, നെർവ് ഇൻവോൾവ്മെന്റ് ഒന്നുമില്ല, പക്ഷെ ഐസിനും കണ്ണുകൾക്കും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഗ്രേഡ് 0 ഓഫ് ഐ ഡിഫോമിറ്റി പറയും. ഗ്രേഡ് 2 എങ്കിൽ പേഷ്യന്റിന് സിവിയർ സ്കിൻ പാച്ചസ് ഉണ്ടാവാം, നെർവ് ഇൻവോൾവ്മെന്റ് ഉണ്ട് വിത്ത് ഇമ്പയർമെന്റ്. അത് ലാഗ് ഓഫ് സൈക്ലൈറ്റിസും കോർണിയൽ ഒപ്പാസിറ്റീസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഇതാണ് ഗ്രേഡിംഗ് ഓഫ് ഡിസബിലിറ്റീസ്. പിന്നെ അടുത്തത് നമ്മൾ മാനേജ്മെന്റ് ആണ്. എങ്ങനെയാണ് ലെപ്രസി പേഷ്യന്റ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് എന്നുള്ളത് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. MDT ഡ്രഗ് ആണ്. അതില് മൾട്ടി ഡ്രഗ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. കോമ്പിനേഷൻ ഓഫ് 2 or 3 ഡ്രഗ്സ് ആണ് നമ്മൾ ചെയ്യുന്നത് മന്ത്ലി പൾസസിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേഷ്യന്റ് ക്യൂർഡ് ആയി എന്ന് ഒരിക്കലും പറയില്ല. നിങ്ങൾക്ക് RNTCP പ്രോഗ്രാമിൽ നമ്മൾ ഒരു പേഷ്യന്റിന് മരുന്ന് കൊടുത്താൽ നമ്മൾ എന്താ പറയുന്നത്? എൻഡ് ഓഫ് 6 months നമ്മൾ എന്താ പറയുന്നത്? പേഷ്യന്റ് ഇസ് ക്യൂർഡ് അല്ലേ? അപ്പം ഇതില് ലെപ്രസിയില് പേഷ്യന്റിന് ഒരു കോഴ്സ് ഓഫ് ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യൂർഡ് എന്ന പറയുന്നത് പേഷ്യന്റ് ഇസ് റിലീസ്ഡ് ഫ്രം ട്രീറ്റ്മെന്റ് ആണ്. RFT എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഡോസേജ് ഡ്രഗ്സ് കൊടുക്കുന്നത്, നമ്മൾ എന്തൊക്കെയാണ് മരുന്നുകൾ കൊടുക്കുന്നത് എന്നുള്ളത്. മൾട്ടിബാസിലറി ലെപ്രസിയിൽ ആദ്യം പോസിബാസിലറി പറയാം. പോസിബാസിലറി ലെപ്രസിയിൽ റിഫാംപസിൻ ആൻഡ് ഡാപ്സോൺ ആണ് കൊടുക്കുന്നത്. അതിൽ റിഫാംപസിൻ ഡോട്ട്സ് ആണ് once monthly 600 milligram for 6 monthly pulses. Actually treatment നമ്മൾ പോസിബാസിലറിയിൽ 6 to 9 months ആണ് പറയുന്നത്. നമ്മൾ പേഷ്യൻസിനോട് പറയുമ്പോൾ നമ്മൾ 6 മാസത്തേക്ക് നിങ്ങൾ മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറയേണ്ട ആവശ്യമില്ല. 6 മാസത്തേക്ക് മരുന്ന് കഴിക്കണം എന്ന് പറയണം. ബിക്കോസ് some of the patients may not finish it by 6 months. അപ്പം treatment is from 6 months to 9 months in possibacillary leprosy. അതുപോലെ മൾട്ടിബാസിലറി ലെപ്രസിയിൽ ആണെങ്കിൽ ഇറ്റ് ഇസ് ഫ്രം 12 months to 18 months. അപ്പൊ അത് പേഷ്യന്റിനോട് പറയരുത് നിങ്ങൾക്ക് 9 മാസമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാന്നില്ല നമ്മൾ പറയാൻ പാടില്ല. 6 months തന്നെ കഴിക്കണം എന്ന് പറയണം. ബട്ട് ക്യാൻ ബി 8 months. അത് ഇൻ പോസിബാസിലറി. മൾട്ടി ആണെങ്കിൽ 12 months ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു 12 months. അപ്പം പോസിബാസിലറിൽ റിഫാംപസിൻ 100 mg റിഫാംപസിൻ ആൻഡ് ഡാപ്സോൺ 100 mg. ഇതില് റിഫാംപസിൻ പോസിയിൽ റിഫാംപസിൻ only dapsone 100 mg daily for 6 months. മൾട്ടിബാസിലറിയിൽ 3 മരുന്നുകളാണ് നമ്മൾ കൊടുക്കുന്നത്, റിഫാംപസിൻ, ഡാപ്സോൺ. അപ്പൊ അതില് റിഫാംപസിൻ ആൻഡ് ക്ലോഫസമീൻ once monthly ഡോസേജില് റിഫാംപസിൻ 600 mg, ക്ലോഫസമീൻ 300 mg once monthly. മാസത്തിലൊരിക്കൽ കൊടുക്കും. 50 mg ഡോസ് ഡെയിലി ഫോർ 12 to 18 months ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ചിൽഡ്രനുള്ള ഡോസേജ്. പിന്നെ എങ്ങനത്തെ പേഷ്യൻസിനൊക്കെ നമുക്ക് MDT തുടങ്ങാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആദ്യം പേഷ്യന്റ് വർക്കപ്പ് ചെയ്യണം. പേഷ്യന്റ് വന്ന വഴിക്ക് നമ്മൾ MDT തുടങ്ങലല്ല, പേഷ്യന്റിനുള്ള ബാക്കി സ്ക്രീനിങ് ഒക്കെ നമുക്ക് ചെയ്യണം. ഡയബറ്റീസും മറ്റുള്ള അസുഖങ്ങളും, TB ഉണ്ടോ നോക്കണം, ജോണ്ടിസ്, അനീമിയ, എനി അലർജിക് ടു സൾഫ ഡ്രഗ്സ് ഉണ്ടോ നോക്കണം. ബിക്കോസ് ഇതില് ഈ ഡാപ്സോൺ ആണ് സൾഫ ഡ്രഗ്, സൾഫ കമ്പോണന്റ് ഉള്ള മരുന്നാണ് ഡാപ്സോൺ. അപ്പൊ സൾഫ അലർജി ഉണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കണം. ജോണ്ടിസ്, അനീമിയ, അലർജി ടു സൾഫ ഡ്രഗ്സ് ആൻഡ് ട്യൂബർകുലോസിസ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് MDT സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അടുത്ത നമ്മൾ പഠിക്കേണ്ടത് ലെപ്രസി റിയാക്ഷൻസിനെ കുറിച്ചാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ചില പേഷ്യൻസിന് ലെപ്രസി റിയാക്ഷൻസ് ഉണ്ടാവാം. അപ്പൊ അതില് അങ്ങനെയുള്ള പേഷ്യൻസ് എന്താണ്, ഒരു പേഷ്യന്റിനും MDT മരുന്ന് കഴിക്കുന്ന ഒരു പേഷ്യന്റിന് ലെപ്രസി റിയാക്ഷൻസ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യന്റ് ചിലപ്പോൾ പോസിബാസിലറി ലെപ്രസി ആവാം, PB ആവാം, ലെസ് ദാൻ 5 lesions ആവാം. ബട്ട് വൺസ് ദ പേഷ്യന്റ് ഈസ് പുട്ട് ഓൺ ടാബ്ലറ്റ്സ്, പേഷ്യന്റിന് മൾട്ടിപ്പിൾ ലീഷൻസ് വരാം. ലീഷൻസ് ക്ലോസ് ടു ദ പെരിഫറൽ നെർവ്, ലീഷൻസ് ഓൺ ദ ഫേസ് ആൻഡ് പോസ്റ്റ്പാർട്ടം പീരിയഡ്.
ഈ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ലേഡീസിനാണെങ്കിലും ഈ ലെപ്രസി ഉള്ള പേഷ്യൻസ് ഡെലിവറി കഴിഞ്ഞ ലേഡീസിനാണെങ്കിൽ അവർക്കും ഈ ഒരു ലെപ്ര റിയാക്ഷൻസ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ രണ്ട് ടൈപ്പ് ഓഫ് ലെപ്ര റിയാക്ഷൻ, ടൈപ്പ് 2 ലെപ്ര റിയാക്ഷൻ. അപ്പൊ ഇതില് ടൈപ്പ് 1 റിയാക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് പേഷ്യന്റിന് ഫീവർ ഉണ്ടാവാം, ദേഹം മുഴുവൻ റാഷസ് വരാം. It can be seen in പോസിബാസിലറി ആൻഡ് എംബി ലെപ്രസി. ടൈപ്പ് 2 റിയാക്ഷൻ ആണെങ്കിൽ നോഡ്യൂൾസ് ആണ് പേഷ്യന്റ് ഉണ്ടാവുന്നത്. മെയിൻലി എംബി ലെപ്രസിയിലാണ്, മൾട്ടിബാസിലറി ലെപ്രസിയിലാണ് ടൈപ്പ് 2 റിയാക്ഷൻസ് വരുന്നത്. അപ്പം ടൈപ്പ് 1 റിയാക്ഷൻസ് ആണെങ്കിൽ ഓൾറെഡി ഉള്ള പേഷ്യന്റ് ബോഡിയിലുള്ള ലീഷൻസ് വിൽ ബി റെഡ്, ചുവന്ന് തടിച്ച് ഉള്ള ദേഹത്തുള്ള ലീഷൻസ്, സ്കിൻ പാച്ചസ് ചുവന്ന് തടിച്ച് എന്താ പറയാ ഇൻഫ്ലെയിംഡ് ആയിട്ടുണ്ടാവും. അതുപോലെ പുതിയ ലീഷൻസ് ഫേസ്, ആംസ് ആൻഡ് ലെഗ്സിൽ അപ്പിയർ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലെപ്രസി പേഷ്യന്റ് ഓൺ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ ഇങ്ങനെയുള്ള സിംറ്റംസ് കാണുകയാണെങ്കിൽ യു വിൽ ഹാവ് ടു സസ്പെക്ട് ഫോർ ടൈപ്പ് 1 റിയാക്ഷൻ. അതുപോലെ നെർവ്സ് ആണെങ്കിലും നെർവ്സ് വിൽ ബി എൻലാർജ്ഡ്, പെയിൻഫുൾ, ടെൻഡർ ആൻഡ് ദർ വിൽ ബി ലോസ് ഓഫ് നെർവ് ഫംഗ്ഷൻ. ബിക്കോസ് പി ബിയിൽ നമ്മൾ ഇത് കാണുന്നത് പി ബിയിലും എം ബിയിലാണ് ടൈപ്പ് 1 റിയാക്ഷൻ മോസ്റ്റ്ലി കാണുന്നത്. അപ്പൊ പി ബിയിൽ സാധാരണ നമുക്ക് നെർവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. അപ്പം പേഷ്യന്റ് ലെപ്രസി പേഷ്യൻസ് മരുന്ന് കഴിക്കുന്ന പേഷ്യൻസിന് ആ എനി പർട്ടിക്കുലർ നെർവിന് ടെൻഡർനെസ് ഉണ്ടെങ്കിൽ യു ഹാവ് ടു സസ്പെക്ട് ഫോർ ടൈപ്പ് 1 റിയാക്ഷൻ, എനി ജനറൽ സിംറ്റംസ്. ഇതാണ് ടൈപ്പ് 1 റിയാക്ഷൻ. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേഷ്യന്റിന്റെ ഒരു ലീഷൻ മീൻസ് സ്കിൻ പാച്ച് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഇൻ സൈസ്. പിന്നെ ടൈപ്പ് 2 റിയാക്ഷനിൽ നമ്മൾ പറയുന്നത് റെഡ്, പെയിൻഫുൾ ആൻഡ് ടെൻഡർ, ഇതിന് നമ്മൾ എറിത്തിമ നോഡോസം ലെപ്രോസം എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള റെഡ്, പെയിൻഫുൾ, ടെൻഡർ നോഡ്യൂൾസ് അപ്പിയർ ഓൺ ഫേസ്, ലെഗ്സ് ആൻഡ് ENL ടൈപ്പ് 2 റിയാക്ഷനിൽ വരും. ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമ്മൾ എക്സിസ്റ്റിംഗ് ലീഷൻസ് വിൽ ബി റെഡ്, swollen, warm and tender. പിന്നെ പുതിയ ലീഷൻസ് ഫേസ്, ആംസ് ആൻഡ് ലെഗ്സിൽ അപ്പിയർ ചെയ്യും. നെർവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവും. ടൈപ്പ് 2 റിയാക്ഷനിലാണെങ്കിൽ നോഡ്യൂൾസ് ആണ്, ഇറ്റ് വിൽ അപ്പിയർ ഓൺ ഫേസ്, ആംസ് ആൻഡ് ലെഗ്സ്. നെർവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാവില്ല. അതർ ഓർഗൻ ഇൻവോൾവ്മെന്റ് ഓൾസോ വിൽ ബി ദെയർ ഇൻ ടൈപ്പ് 2 റിയാക്ഷൻ. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ളത് ഇറ്റ് ഇസ് ടൈപ്പ് 2 റിയാക്ഷൻസ് ആണ്. ദിസ് ഇസ് ദ ടൈപ്പ് 2 റിയാക്ഷൻ. പിന്നെ നമ്മൾ അടുത്ത ചെയ്യേണ്ടത് കുറച്ച് നമുക്ക് ഡിസബിലിറ്റി ലിമിറ്റേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ട്. ഇതുണ്ട് ഒരു പ്രോഗ്രാം തന്നെ നമ്മുടെ NLEP പ്രോഗ്രാമിലുണ്ട്. അപ്പൊ ഫേഷ്യൽ നെർവ് ഇൻവോൾവ്മെന്റ് ആണെങ്കിൽ നമുക്ക് ലാഗ് ഓഫ് തലമസ് ഉണ്ടാവാം, അൾനാർ നെർവ് ആണെങ്കിൽ ക്ലോ ഹാൻഡ് ഉണ്ടാവാം, റേഡിയൻ നെർവ് ആണെങ്കിൽ റിസ്റ്റ് ഡ്രോപ്പ്, പോസ്റ്റീരിയർ ടിബിയൽ ആണെങ്കിൽ ക്ലോ ടോസ് ഉണ്ടാവാം. ഇതെല്ലാം നമ്മൾ വി ഹാവ് ടു ഡിറ്റക്ട് ഏർലി ആൻഡ് നമുക്ക് വി ക്യാൻ പ്രിവെന്റ് ഓൾ ദീസ് ബൈ യൂസ് ഓഫ് സ്റ്റീറോയിഡ്സും മറ്റ് അതർ ഡ്രഗ്സ് കൊണ്ട് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡറി ഡിസബിലിറ്റി എന്ന് പറയുന്നത് അൾസേഴ്സ് ആൻഡ് കൺട്രാക്ചേഴ്സ് ആണ്. ബിക്കോസ് ഫുഡ് അൾസേഴ്സ് വരുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദ നെർവ് ഇൻവോൾവ്മെന്റ് ആണ്. അപ്പൊ അത് ആക്ച്വലി ആദ്യം വരുന്നത് നെർവ് ഇൻവോൾവ്മെന്റ് ആണ്, അതിന് ശേഷമാണ് അൾസേഴ്സ് വരുന്നത്. അപ്പൊ ഇറ്റ് ഇസ് എ സെക്കൻഡറി ഡിസബിലിറ്റി. അപ്പൊ സെൽഫ് കെയർ കൊടുക്കണം, പ്രൊട്ടക്റ്റീവ് എയ്ഡ്സ് കൊടുക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഫുഡ് അൾസേഴ്സ് പ്രിവെന്റ് ചെയ്യാനാണ് MCR ചപ്പൽസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ കയ്യിലെ അൾസേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ലേഡീസിനൊക്കെ ആണെങ്കിൽ, ലെപ്രസി ഉള്ള ലേഡീസിനൊക്കെ ആണെങ്കിൽ അവർക്കറിയാലോ സെൻസേഷൻ കുറവായിരിക്കും, കയ്യിൽ സെൻസേഷൻ കുറവായിരിക്കും, ചൂടുണ്ടോ തണുപ്പുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യാനായിട്ടുള്ള കുറെ ആപ്ലിയൻസസ്, എയ്ഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ സെൽഫ് കെയർ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് അറിയാലോ നെർവ് സെൻസേഷൻ കുറയുമ്പം നമുക്ക് എന്താ പറയാ അത്ര വലിയ കെയർഫുൾ ആയിരിക്കില്ല നമ്മൾ കൈയും കാലൊക്കെ കൊണ്ട്. ബിക്കോസ് വേദനയൊന്നും നമുക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്തൊക്കെ ഇഞ്ചുറീസ് വരാം. അത് തന്നെ സെക്കൻഡറി ഇൻഫെക്ഷൻ വന്ന് അൾസേഴ്സ് ആവാം. പിന്നെ അത് നെർവ് ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രൈനസ് വരാം, തിക്കനിങ് ഓഫ് ദ സ്കിൻ ഒക്കെ വരാം. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫുട്വെയറും ഗ്ലൗസ് ഒക്കെ ധരിക്കേണ്ടി വരും. അതുപോലെ ചെറിയ ചെറിയ വൂൺസ് ഒക്കെ ആണെങ്കിൽ, ചെറിയ മുറിവുകളൊക്കെയാണ്, അപ്പൊ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കെയർ കൊടുക്കണം അതിന്.
ബിക്കോസ് ആന്റിബയോട്ടിക് ഓയിൻമെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ എപ്പോഴും സ്ലിപ്പർ ഇട്ടിട്ടൊക്കെ ചെരുപ്പൊക്കെ ഇട്ടിട്ട് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കണ്ണുകൾക്കൊക്കെ ആണെങ്കിൽ അറിയാലോ, നെർവ് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ഡ്രൈനെസ് ഓഫ് ദ ഐസ് ഉണ്ടാവാം. എപ്പോഴും വെറ്റിംഗ് ഡ്രോപ്സ്, ഐ വെറ്റിംഗ് ഡ്രോപ്സ് ഇടയ്ക്ക് ഉപയോഗിക്കുക, ഇടയ്ക്കിടയ്ക്ക് കണ്ണ് കഴുകുക. അതുപോലെ ലാഗ് ഓഫ് താൽമസ് ഉണ്ടെങ്കിൽ, ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ, കണ്ണടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ലാഗ് ഓഫ് താൽമസ് ഉണ്ടെങ്കിൽ മീൻസ് അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരാം, ഇടയ്ക്കിടയ്ക്ക് കണ്ണ്. ഇതാണ് നമ്മുടെ റിപ്പോർട്ടിംഗ് ഫോർമാറ്റ്. ആക്ച്വലി ഇത് നമ്മളിപ്പോ യൂഷ്വലി ഡോക്ടേഴ്സിന് അറിയാം, ഹാർഡ് കോപ്പി നിങ്ങൾ അയക്കും. നികുഷ് എന്ന് പറഞ്ഞിട്ടൊരു ഓൺലൈൻ പോർട്ടൽ ഉണ്ട് ഡാറ്റ എൻട്രിക്ക്. അപ്പൊ അതിന്റെ ട്രെയിനിങ്സ് ആണ് ഡിസ്ട്രിക്ട്സ് 15നും 18നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് കൂടുതൽ അതിനെക്കുറിച്ചുള്ള ഡിസ്ട്രിക്ട് ലെവലിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം ഇതാണ് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ സ്കിൻ പാച്ചസ് മാത്രം നോക്കി പോരാ റിപ്പോർട്ടിംഗിൽ. അസസ്മെന്റ് ഓഫ് ഡിസബിലിറ്റി ആൻഡ് നെർവ് ഫംഗ്ഷന്റെ ആണ്. സ്കിൻ പാച്ചസ് മാത്രം നോക്കിയാൽ പോരാ, നെർവ് ഇൻവോൾവ്മെന്റ് ബോത്ത് സൈഡ്സ് ഓഫ് ദ ബോഡി, റൈറ്റും ലെഫ്റ്റും ഉള്ള നെർവ് ഇൻവോൾവ്മെന്റും സ്കിൻ ഇൻവോൾവ്മെന്റും എല്ലാം നോക്കണം ഇതില്. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. നമുക്കൊരു പുതിയ പ്രോഗ്രാം വരികയാണ്. ഇതില് ഈ ഒരു പുതിയ പ്രോഗ്രാമില് ഈ ഒരു 1 സെക്കൻഡ്, ഇതില് പുതിയ പ്രോഗ്രാം വരുന്നതില് ഇതിന്റെ പേരാണ് ആക്റ്റീവ് കേസ് ഡിറ്റക്ഷൻ ആൻഡ് റെഗുലർ സർവൈലൻസ് ഫോർ ലെപ്രസി. ഡിസ്ട്രിക്ട് ലെവലിലെ ട്രെയിനിങ് എനിക്കൊന്ന് അടുത്ത ആഴ്ച നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞു 2020 ആണ് നമ്മുടെ നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാമിന് ഇയർ ആയിട്ട് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഓഫ് കോവിഡും വേരിയസ് അതർ റീസൺസും നമുക്ക് ഈ ഒരു വർഷം ലെപ്രസി ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് പ്രോബബ്ലി വി വിൽ ടേക്ക് 3 or 5 years ടു ഇറാഡിക്കേറ്റ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഇറാഡിക്കേഷന് ഹെൽപ്പ് ചെയ്യാനുള്ള, ലെപ്രസി ഇറാഡിക്കേഷന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണ് ആക്റ്റീവ് കേസ് ഡിറ്റക്ഷൻ ആൻഡ് റെഗുലർ സർവൈലൻസ് ഓഫ് ലെപ്രസി. അപ്പൊ ഇതില് ചെയ്യുന്നത് ഇടയ്ക്ക് മുൻപ് യൂഷ്വലി നമ്മൾ ലെപ്രസിയിൽ എന്താ നമ്മൾ ചെയ്യുന്നത്, ക്യാമ്പയിൻ മോഡിലാണ് ചെയ്യുന്നത് ഇല്ലേ, കേസ് ഡിറ്റക്ഷൻ. ഈ ഒരു പ്രോഗ്രാമില് ത്രൂ ഔട്ട് ദ ഇയർ ആണ് കേസ് ഡിറ്റക്ഷൻ ചെയ്യുന്നത്. കേരളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിവലൻസ് റേറ്റ് 0.3% ആണ്. അപ്പം പ്രിവലൻസ് റേറ്റ് ലെസ് ദാൻ 1 ആയിട്ടുള്ള ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങളിൽ വർഷത്തിൽ 6 months ആണ് ഈ ഒരു ആക്റ്റീവ് സർവേ ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു COVID-19 ഉള്ളത് കൊണ്ട് നമുക്ക് ആക്റ്റീവായിട്ട് ഹൗസ് ടു ഹൗസ് ആശാ വർക്കേഴ്സിനെ ഉപയോഗിച്ചും മറ്റുള്ള ഹെൽത്ത് സ്റ്റാഫിനെ ഉപയോഗിച്ചും നമുക്കൊരു ഈ ഒരു സർവേ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ. അപ്പം ഇതിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എല്ലാ പേഷ്യൻസ് മീൻസ് നമ്മുടെ പബ്ലിക്കിനെ കൊണ്ട് നമ്മൾ കൂടുതലായിട്ട് IEC നടത്തുക. IEC ചെയ്തിട്ട് സെൽഫ് റിപ്പോർട്ടിംഗ് ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിലുള്ള സഞ്ജീവനി പോർട്ടല് അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സിന് തന്നെ വീഡിയോ കോൺഫറൻസിങ് വഴിയോ സെൽഫ് റിപ്പോർട്ടിംഗ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇനിയൊരു പ്രോഗ്രാം ആണ് നമുക്ക് ഇനി വരാൻ പോകുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. അപ്പൊ ഇത്രയാണ് എനിക്ക് ലെപ്രസിനെ കുറിച്ച് പറയാനുള്ളത്.